الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هؤلاء ليقولون إن هي إلا موتتنا الأولى وما نحن بمنشرين فأتوا بآبائنا إن كنتم صادقين أهم خير أم قوم تبع والذين من قبلهم أهلكناهم إنهم كانوا مجرمين صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, സൂറത്തു ദുഖാനിൽ ഫിർഔനിനും അവൻ്റെ ജനതക്കും വന്ന കനത്ത നാശം പറഞ്ഞ ശേഷം വീണ്ടും മക്കക്കാരിലേക്ക് തന്നെ അല്ലാഹു തആല വരികയാണ്. മക്കയിലെ ഖുറൈശികൾ മുശ്രിക്കുകൾ ഇന്ന ഹഉലാഇ ലയഖൂലൂൻ, തീർച്ചയായും ഇവർ പറയുന്നു, മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നു, ഇൻ ഹിയ ഇല്ലാ മൗതതുനൽ ഊല, ഈ കാര്യം ജീവിതത്തിന്റെ അവസാനം, ഇല്ലാ മൗതതുനൽ ഊല, ഒരു മരണമല്ലാതെ മറ്റൊന്ന് ബാക്കിയില്ല. നമ്മളിങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ മരണത്തോടുകൂടി കഴിഞ്ഞു, ഇനിയൊരു പുനർജീവിതമൊന്നുമില്ല. വമാ നഹ്നു ബിമുൻശരീൻ, നമ്മളെ പുനർജീവിപ്പിക്കപ്പെടുകയില്ല. മരണത്തിന്റെ ശേഷം ഒരു ജീവിതം ഉണ്ടെന്നും പിന്നെ എല്ലാവരെയും അവിടുന്ന് എഴുന്നേൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് അവർ പറഞ്ഞതാണ്. അങ്ങനൊന്നുമില്ല, ഇതോടുകൂടെ കഴിഞ്ഞു, ഇനിയൊരു പുതിയ ജീവിതമൊന്നും വരാനില്ല. ഉണ്ടെങ്കിൽ അവർ വെല്ലുവിളിക്കുന്നു, ഫഅ്തു ബിആബാഇനാ ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ പിതാക്കളൊക്കെ ഒന്ന് കൊണ്ടുവരും, മരിച്ചവരൊക്കെ ഒന്ന്. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ മരിച്ചവരെ ജീവിപ്പിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. ഈ വിളിക്ക് ഉത്തരം നൽകി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചവരെ ഖബറിൽ നിന്ന് ഹയാത്തായി പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ അതിന് കഴിവുകേടൊന്നുമില്ല. അങ്ങനെ ഒരുപാട് നബിമാർക്ക് അല്ലാഹു കൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മരിച്ചവരെ ഹയാത്താക്കിയിരുന്ന നബിയാണല്ലോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം. ഒരുപാട് സംഭവങ്ങൾ കാണാം അങ്ങനെ ഹയാത്താക്കിയിട്ട് പലരും ഇങ്ങനെ ചോദിച്ചറിഞ്ഞൊക്കെ. പക്ഷെ തങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നിൽ അല്ലാഹു തആലക്കൊരു മുറയുണ്ട്. ദൃഷ്ടാന്തങ്ങളൊക്കെ അല്ലാഹു തആല തരും, പക്ഷെ മുൻഗാമികൾക്ക് നൽകിയതുപോലെ കടുത്ത പരീക്ഷണവും ശിക്ഷയും അത് വേണ്ട എന്ന് കരുതിയിട്ടാണ് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവർ ചോദിച്ചിട്ടും പലതും കഴിവുണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ അത് വേണ്ട. കാരണം അല്ലാഹു തആല അവർ ചോദിച്ചതുപോലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇവിടെ നൽകി, വിശ്വസിക്കാൻ അത് എമ്പാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ അത് ഏറ്റവും മതിയായതാണ്. ഇനിയും എണ്ണി ചോദിക്കുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ ഓരോന്നോരോന്നോരോ നൽകുകയാണെങ്കിൽ നൽകും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലാഹു തആലക്ക് അതിലൊരു നയമുണ്ട്. എന്താണ് ആ നയം? വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പൂർണ്ണമായും തുടച്ചു നീക്കും. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മനസ്സാഗ്രഹിക്കുന്നത് ഇവർ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും ഇവരെ മക്കള് വരൂലേ, അവരെ മക്കള് വരൂലേ, അവരെങ്കിലും ഒന്ന് വിശുദ്ധ ഖുർആൻ ഓതാനും കേൾക്കാനും സ്വീകരിക്കാനും തയ്യാറായെങ്കിൽ അപ്പോൾ പിന്നെ ആ ദൃഷ്ടാന്തം കൊണ്ടുവന്നിട്ട് ഈ തലമുറയെ മൊത്തം നീക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അതൊക്കെ തരാം,
എന്ത് ആവശ്യപ്പെട്ടാലും തരാം. പക്ഷേ അതിന്റെ പിന്നിൽ ഇങ്ങനൊരു തത്വമുണ്ട്. അവർ എണ്ണി എണ്ണി ചോദിച്ച ദൃഷ്ടാന്തങ്ങളാണ് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പറയുന്നത്. ഒന്നും രണ്ടോ ഒന്നല്ല, ഒരുപാട്. അതൊക്കെ തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം, അതൊക്കെ കിട്ടിയാൽ ഞങ്ങൾ വിശ്വസിക്കാം. മലക്കുകൾ ഇങ്ങോട്ട് ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണമെന്നും, അങ്ങനെ വരുമ്പോൾ ആ മലക്കുകളുടെ കയ്യിൽ ഒരു കിതാബ് ഉണ്ടാകണം, അത് നിങ്ങൾക്ക് നൽകിയ ഖുർആനാണെന്ന് ഞങ്ങൾ നേരെ കാണണമെന്നും. ഇനി അതൊന്നല്ല, ഒരു കൂട്ടർ പറഞ്ഞു അല്ലാഹു തആല അങ്ങോട്ട് വരട്ടെ, നേർക്കേറൊന്ന് സംസാരിക്കാൻ. എന്താ വല്ല ധൈര്യം? അല്ലാഹു തആല പറഞ്ഞു ഇതൊക്കെ ഇവർ ചോദിക്കുന്നത് മൊത്തം തരാം, പക്ഷെ ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ വിശ്വസിക്കണം. അപ്പോഴും അത് സ്വന്തം താല്പര്യത്തിന് കീഴ്പ്പെട്ടോ മറ്റോ തള്ളിക്കളഞ്ഞാൽ പിന്നെ ശിക്ഷ വരും. അപ്പൊ പിന്നെ ആ വിഷയത്തിലേക്ക് ആവശ്യപ്പെടാതെ ചോദിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും, ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, എന്നാ ഒന്നും നൽകിയിട്ടില്ല എന്നല്ല, നൽകിയതുണ്ടല്ലോ ധാരാളം. അതിൽപ്പെട്ട ഒന്നാണല്ലോ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തത്. അവരുദ്ദേശിക്കുന്ന ഭാഗത്തേക്കല്ലേ പിളർത്തി വെച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെയ്യുന്നതും അവർക്കൊക്കെ കഴിയുന്ന ഒരു കഴിവാണെങ്കിൽ നേരത്തെ അവരും ചെയ്യേണ്ടേ എങ്ങനെ? എന്നാ പിന്നെ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും പറയുന്ന വിഷയം ഒരുപോലെയാണെന്ന് വിശ്വസിക്കാലോ, ചിന്തിക്കാലോ. ഈ ചന്ദ്രനെ, ഈ കാണുന്ന ചന്ദ്രനെ ഒന്ന് പിളർപ്പാക്കണം, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം, രണ്ട് ഭാഗത്തേക്ക് മാറ്റിക്കൊടുത്തു. ഇനി സംസാരിക്കാൻ അവർ ഒരു ദിവസം പോലും സംസാരം കേട്ടിട്ടില്ലാത്ത മരം, ആ മരം ഇങ്ങോട്ട് വരണമെന്നും കല്ല് വരണമെന്നും അതൊക്കെ സംസാരിക്കണമെന്നും നേർക്കുനേരെ അതിനെ സംസാരിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ദൃഷ്ടാന്തമല്ലേ അത്? അവർക്കടിയോ ഒരു മരത്തെങ്ങനെ വിളിച്ചിട്ട് ആ മരത്തിനോട് സംസാരിക്കാൻ പറയാം? സാക്ഷാൽ അബൂജഹലല്ലേ പാറക്കല്ല് ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് സംസാരിക്കട്ടെ, കേൾക്കട്ടെ എന്ന് പറഞ്ഞത്. ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് കേൾക്കട്ടെ, കേട്ടിട്ട് മതിയോന്ന് ചോദിച്ചു. ആലോചിക്കട്ടെ എന്നാണ്. അങ്ങനെയുണ്ട്. അത് ലോകത്ത് എപ്പോഴുള്ള അവസ്ഥ അങ്ങനെയാണ്. നിങ്ങൾ ഒരാളെ മുന്നിൽ, നിഷേധിക്കുന്ന ഒരാളെ മുന്നിൽ തെളിവൊക്കെ കൊണ്ടുപോയി കൊടുത്തു നോക്കി. ആ തെളിവിന്റെ മുന്നിൽ അയാൾ ഉത്തരം മുട്ടുകയോ അയാൾ അംഗീകരിക്കുമെന്നൊരു പരുവത്തിലേക്ക് എത്തുകയോ ചെയ്താൽ ലാസ്റ്റ് പറയും ഒന്ന് ആലോചിക്കട്ടെ എന്ന്. കഴിഞ്ഞ്. അപ്പോൾ മനസ്സിലാക്കുക അത് സ്വീകരിക്കാനുള്ള ചോദ്യമല്ല, അംഗീകരിക്കാനുള്ള ചോദ്യമല്ല. പിന്നെയോ ഒരു വെറുതെ ഒരു പണി ചെയ്യാന്നേ ഉള്ളൂ, വേറൊന്നുമില്ല എന്റെ പിന്നിൽ. അതൊന്നും ലോകത്തുണ്ടത്. അങ്ങനെ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. തെളിവറിയാഞ്ഞിട്ടോ സത്യമാണെന്ന് ബോധ്യപ്പെടാഞ്ഞിട്ടോ ഒന്നുമല്ല, അംഗീകരിക്കാൻ അവനവന്റെ മനസ്സ് തയ്യാറല്ല, അവനവന്റെ തടിയിച്ച് അതിനൊരുക്കമല്ല, അത്ര തന്നെ. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, വലിയ വായിൽ ചോദിക്കുകയാണ്, ഫൗതു ബി ആബാഇന, മരണത്തിന്റെ ശേഷം ജീവിതം ഉണ്ടോ? എന്നാ ഞങ്ങളെ വാപ്പാരെ കൊണ്ടുവരി, ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ ഈ പറയുന്ന സത്യമാണെങ്കിൽ ഞങ്ങളൊന്ന് നോക്കട്ടെ. അല്ലാഹു തആലാന്റെ ഒരു ചോദ്യം നോക്ക് നിങ്ങൾ. അഹും ഖൈറുൻ അം ഖൗമു തുബ്ബ. അല്ലാഹു ചോദിക്കാൻ, ഇവരാണോ പ്രതിരോധിക്കാനും ശിക്ഷ വരുമ്പോ തടയാനും കൂടുതൽ കരുത്തുള്ള ആൾക്കാർ ഇവരാണോ? അം ഖൗമു തുബ്ബ, അല്ല തുബ്ബ രാജാവിന്റെ സമൂഹമായിരുന്നു. ഇവരിപ്പോ ഇങ്ങനൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദ്യത്തിനനുസരിച്ച് അല്ലാഹു തആല അവർ ചോദിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ കൊടുത്താൽ പിന്നെ വരുന്നത് അംഗീകരിച്ചില്ലേ ശിക്ഷയാണ്. ആ ശിക്ഷ പ്രതിരോധിക്കുന്നിടത്ത് ഇവർക്കാണോ കൂടുതൽ ഊക്കുള്ളത്, അതല്ല തുബ്ബ രാജാവിന്റെ ടീമിനാണോ? യമൻ ഭരിച്ച രാജാവാണ് തുബ്ബ. അന്നത്തെ വലിയ സംഘശക്തിയും സൈന്യവുമുള്ള രാജാവാണ്. നല്ല കരുത്തുറ്റ സൈന്യം. മക്കയിലൊന്നും അങ്ങനത്തെ സൈന്യം ഉണ്ടാവില്ല. അത്രയും നല്ല കരുത്തുറ്റ സൈന്യമാണ്, എന്തിനും തയ്യാറുള്ള സൈന്യം. ആ തുബ്ബ രാജാവിന്റെ ടീമിനോളം ചെറുത്തു നിൽക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടോ? ഒരു ശിക്ഷ വരുന്ന സമയത്ത് വല്ലദീന മിൻ ഖബലിഹിം, അവർക്ക് മുമ്പുള്ളവരെക്കാളും ഇവർ മെച്ചപ്പെട്ടവരാണോ? ഇവർക്ക് മുമ്പ് താമസിച്ചിരുന്ന ആജാനുബാഹുക്കളായ കുറെ ആൾക്കാർ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലൊരു വിഭാഗമാണ് സമൂദ്. സമൂദ് ഗോത്രക്കാരൊക്കെ ഇന്ന് ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ റോഡ് പണിയൊക്കെ 2 ദിവസം കൊണ്ട് തീരും. അതുപോലെ തന്നെ തുരങ്കപാതൊന്നും ഇങ്ങനെ 2 കൊല്ലം 3 കൊല്ലം ഒന്നും ഉണ്ടാവില്ല, ഒരാഴ്ച കൊണ്ട് തീരും വണ്ടി കിട്ടി പോകയില്ലേ. അങ്ങനെ തുരക്കാൻ ഇത്രയും കഴിവുള്ള ആൾക്കാർ ലോകത്താരാ? JCB ഉണ്ടല്ലോ തുരക്കുന്നത്, നേർക്ക് നേരെ തുരക്കാണ്. തൻഹിത്തൂനൽ ജിബാല ബുയൂത്തൻ, പാറകൾ കൊണ്ട് തുരന്നിട്ട് ഒരു പാറക്കല്ല് തന്നെ വീടാക്കുകയാണ് സഹോദരങ്ങളെ. ഒരു പാറന്റെ ഉള്ളിൽ, അതിന്റെ ഉള്ളിൽ തന്നെ റൂമും മേൽക്കൂരയും വ്യത്യസ്ത ഹാളുകളൊക്കെ ആക്കി മാറ്റിയിട്ട് ആ പാറന്റെ ഉള്ളിലാ താമസം.
എന്താണ് അവർക്ക് അള്ളാഹുത്തല കൊടുത്ത ശക്തി? എന്തിനാണ് അള്ളാഹുത്തല ഇങ്ങനത്തെ ടീമിനെ കൊണ്ടുവന്ന്? പിൽക്കാലത്തുള്ള ആൾക്കാർ അവരെ ഒന്ന് പഠിച്ചോട്ടെ. അവരെയും നശിപ്പിച്ചവനാണ് റബ്ബ് തആല. ഹൈറ്റിൽ നോക്കുകയാണെങ്കിൽ ആരോഗ്യത്തിലും ഹൈറ്റിലും ആയുസ്സിലും വളരെ ഖേമന്മാരാണ് ആദ് ഗോത്രക്കാര്. ആദ് ഗോത്രക്കാരെ കയ്യിന്റെ വലിപ്പുണ്ടോ നമ്മൾ? പിന്നല്ലേ ബാക്കി. ഒരു സ്ഥലത്ത് ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആദ് ഗോത്രക്കാരുടെ നീളത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഒരു റിപ്പോർട്ട് പ്രകാരം 400 മുഴമുണ്ട്. 400 മുഴം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ സംഗതി ഇത്? അപ്പൊ നമ്മളെ നാട്ടിലെ ഈ വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ പൊളിക്കാൻ ബോംബിട്ടിട്ടോ അല്ലെങ്കിൽ കുറെ ഉപകരണങ്ങൾ കൊണ്ടതിന്റെ ആവശ്യമൊന്നുമില്ല. അവരെ 4 ആൾ ഏൽപ്പിച്ചാൽ മതി, അത് വേഗം പൊളിച്ചു തരും. അങ്ങനെ അവർക്ക് പണിയില്ലല്ലോ, അങ്ങോട്ട് മേലോട്ടെത്താൻ വേറെ സംവിധാനങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരോഗ്യം കൊണ്ട്, ആരോഗ്യത്തിന്റെ ഊക്ക് കൊണ്ട്, ദമ്മുണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയില്ലേ, നമ്മളോടൊക്കെ വെല്ലുവിളിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരട്ടെ. അതുപോലെ പഴയ കാലത്ത് വെല്ലുവിളിച്ച ടീമാണ് ആദ് ഗോത്രക്കാര്. മൻ അശദ്ദു മിന്നാ ഖുവ്വ. അവർ ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങളെക്കാൾ ആരോഗ്യമുള്ള ഒരു ലോകത്താരാ? മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ആരോഗ്യവും ശക്തിയുള്ള ലോകത്താരെങ്കിലും ഉണ്ടോ? ഒന്ന് കാണട്ടെ. അല്ലാഹു തആല ചോദിച്ച ഉടനെ അവലം യറൂ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ. ഇവരെ പടച്ച് സംവിധാനിച്ച അല്ലാഹു തആലല്ലേ. ആ അല്ലാഹു തആലക്കുള്ള ഖുവ്വത്തും ശക്തിയും കഴിവും ഖുദ്റത്തും ഇവർക്കുണ്ടാ? ഇവരെ പടച്ചൊരു ഖാലിഖായ റബ്ബില്ലേ എന്നവർ ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? എന്ത് ചോദ്യമാണ് അവർ ചോദിക്കുന്നത്? അവരുടെ കിബറിന്റെ ചോദ്യമാണത്. ഞങ്ങളെക്കാൾ ഭൂമിയിൽ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ, ആരോഗ്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ അവർ ആരോഗ്യം ഉദാഹരണമാക്കാൻ പറ്റിയ ആരോഗ്യമാണ്. അവർക്ക് ഏതെങ്കിലും ഒരു ടീമിനോട് എന്തെങ്കിലുമൊക്കെ ഈർഷ്യത ഉണ്ടെങ്കിൽ തഫ്സീറിൽ കാണാം, പാറക്കല്ല്, വലിയ വലിയ പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് ആ കുടുംബത്തിൽ ഒരു അംഗമല്ലാത്ത രൂപത്തിൽ നശിപ്പിക്കും. അങ്ങനെ പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് ഇവര് ഒരു 10 ആൾ കൂടിയിട്ടുണ്ടെങ്കിൽ എത്ര മുകളിൽ നിന്ന് താഴോട്ടിടാ? ഈ പള്ളിന്റെ മേലെ എത്ര പള്ളി കയറ്റുണ്ടെങ്കിൽ 400 മുഴം കാണണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പള്ളിന്റെ മേലേക്ക് എത്ര തട്ടുകൂടേണ്ടി വരും മേലോട്ട്? 400 മുഴം വേണ്ട, ഒരു 100 മുഴം ഉണ്ടാകാൻ തന്നെ എത്ര വലിപ്പുണ്ട്? ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം 60 മുഴല്ലേ ഉള്ളത്. ആ 60 മുഴം തന്നെ എത്ര ഉണ്ട്? നമ്മളിപ്പോ ഈ ചുമരും മുകളിലെ ചുമരും കൂട്ടിയാലുണ്ടോ 60? 60 എവിടെ? 30 തന്നെ തേച്ചുണ്ടാവില്ല. അപ്പൊ അത്ര ഹൈറ്റും അതിനനുസരിച്ച് ആരോഗ്യമുള്ള ആൾക്കാർ, കെൽപ്പുള്ള ആൾക്കാർ, അവരെ അല്ലാഹു തആല കാറ്റടിച്ച് നശിപ്പിച്ചപ്പോ ഖുർആൻ പറയുന്ന അവർ വീണത് ഏതുപോലെന്നറിയോ? അവരിങ്ങനെ വീണെടുക്കുന്ന കന്നഹും ആജാസു നഖ്ലിൻ ഖാവിയ, വലിയ വലിയ കൊടപ്പന വീണതുപോലെ. വലിയ അതിന്റെ അടി പുഴകിയിട്ട്, അടിങ്ങനെ പുഴങ്ങിയിട്ട് വേരോട് കൂടി വന്നിട്ട് ഇങ്ങോട്ട് തള്ളി വീണ വലിയ വലിയ പനകളുണ്ടല്ലോ, അല്ല ഉഷിരം പനകള്, അതുപോലെ നല്ല വലിയ ഹൈറ്റുള്ള മരങ്ങളൊക്കെ വീണാൽ എങ്ങനെ ഉണ്ടാകും? അതേ രൂപത്തിൽ ഇങ്ങനെ വലിയ വലിയ സാധനങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. എത്ര കാലം മുമ്പെന്നോ? ഒരു 1500 വർഷം മുമ്പെന്ന് കൂട്ടാം. ഈസാ നബിന്റെ കാലത്തൊന്നുമല്ലത്, എന്റെയൊക്കെ മുമ്പാ. വർഷങ്ങൾ എത്രയോ മുമ്പാണ് ഈ കഥകളൊക്കെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദ് ഗോത്രക്കാർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ചവരാണ്. ഹൂദ് നബി അലൈഹിസ്സലാം അവർക്ക് ദൃഷ്ടാന്തങ്ങൾ കൊടുക്കാത്തോണ്ടോ അല്ലെങ്കിൽ മനസ്സിലാകാത്തോണ്ടോ അല്ല, മുമ്പ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമായ ബനു ഇസ്രായേൽക്കാർ തന്നെ എത്രമാത്രം ശക്തിയും ആരോഗ്യമുള്ളവരാണ്. ആരോഗ്യം ശക്തിയും ഏറ്റവും കുറഞ്ഞ ഉമ്മത്ത് ഈ ഉമ്മത്താണ്, ആയുസ് കുറഞ്ഞവരും. അതല്ല രസം. എന്നിട്ടാണ് മക്കാർ ഈ പറയണതൊക്കെ. അല്ലാഹു തആല ചോദിക്കാണ്, അവരാ പറഞ്ഞ വാപ്പാരൊക്കെ ജീവിപ്പിച്ചു തരാം, പക്ഷെ ജീവിപ്പിച്ചു തന്നിട്ട് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നൊരു ശിക്ഷ ഉണ്ട്, അത് ഏറ്റെടുക്കും. ആ ശിക്ഷ ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് പറയാൻ മുൻഗാമികളുടെ ചെറിയൊരു കഴിവെങ്കിലും ഇവർക്കുണ്ടോ?
മുമ്പ് കാലത്ത് ജീവിച്ചു പോയ വലിയ വലിയ വില്ലന്മാരുടെ കഴിവിൽ ചെറിയ കഴിവെങ്കിലും ഇവർക്കുണ്ടോ? ഇല്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടത് അങ്ങനെ ഒരു പുനർജീവിതമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ സ്വീകാര്യനായ ഒരാളുണ്ടായിരുന്നു, ഖുസൈ ഇബ്നു കിലാബ്. ആ ഖുസൈനെ ഒന്നിങ്ങോട്ട് കൊണ്ടുവരണം, ഖബറിൽ നിന്ന് എണീച്ചു തരണം. ഖുസൈനോട് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ഖബറിന്റെ അവസ്ഥ എന്താണ്? മരണത്തിന്റെ അവസ്ഥ എന്താണ്? പഴയ കാലത്ത് മക്കയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആൾക്കാർ ഓടിച്ചെല്ലുന്ന ഒരു നേതാവാണ് ഖുസൈ ഇബ്നു കിലാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാരിൽപ്പെട്ട ആളാണല്ലോ ഖുസൈ. ഖുസൈന്റെ അടുത്തേക്കാണ് ആളുകളെ ഓടിച്ചില്ല. അദ്ദേഹം നല്ല തീരുമാനം എടുക്കാനും പരിഹാരം പറയാനും നല്ല കഴിവുള്ള നേതാവായിരുന്നു. എന്നാ ഖുസൈനെ കൊണ്ടുവരി. ഇനി ആരെയും മരിച്ചവരെ ഹയാത്താക്കിയിട്ടില്ല എന്ന് പറയരുത്. മുൻഗാമികളൊക്കെ അങ്ങനെ ഹയാത്താക്കിയില്ലേ? ഈസാ നബി അലൈഹി സ്വലാം ഒക്കെ നബിതങ്ങൾക്ക് എന്താ അങ്ങനെ കഴിവില്ലേ? ഉണ്ട്. തങ്ങൾ ഹയാത്താക്കിയ കൂട്ടത്തിൽ മഹാന്മാർ എണ്ണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ബാപ്പയെയും ഉമ്മയെയും ഹയാത്താക്കി. എന്നിട്ട് അവരൊക്കെ വിശ്വസിച്ചു. അവരൊക്കെ തങ്ങളിൽ ഈമാൻ പ്രഖ്യാപിച്ച് വീണ്ടും ഖബറിലേക്ക് തന്നെ അവരമടക്കപ്പെട്ടു എന്നതാണ് അഹ്ലുസുന്നയുടെ പ്രബലമായ അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അങ്ങനെ ഹയാത്താക്കാനുള്ള കഴിവിന്റെ കുറവൊന്നുമില്ല. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളത് വേണ്ടാന്ന് വെച്ചത് അതിന്റെ പിന്നിൽ വരുന്ന മുറകൾ സഹിക്കാൻ കഴിയില്ല. ഹയാത്താക്കിയിട്ടും ചോദിച്ചിട്ടും ഒക്കെയുണ്ട്. പക്ഷെ അത് സഹിക്കാനോ പ്രതിരോധിക്കാനോ ഉള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ട് പാടെ തകർക്കപ്പെട്ടു പോകും. ആ സമയത്ത് ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. ഇത് ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ച ആള് അബൂജഹലാണ് എന്ന് പറയുന്നുണ്ട് ചില പണ്ഡിതന്മാർ. എന്ത് ചോദിച്ചത്? പുനർജീവിതം ഉണ്ടെങ്കിൽ മരിച്ചുപോയ വാപ്പാരൊക്കെ ഒന്ന് കൊണ്ടുവരും, ഞങ്ങളൊന്ന് ചോദിക്കട്ടെ. അങ്ങനെ നേർക്കേറെ വന്ന് ചോദിച്ച ആള് അബൂജഹലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് അബൂജഹൽ പറഞ്ഞു, ഇൻ കുന്ത സ്വാദിഖൻ ഫീ ഖൗലിക ഫബഅസ് ലനാ റജുലൈനി മിൻ ആബാഇനാ. ഞങ്ങളെ മരിച്ചുപോയ വാപ്പാരിൽ നിന്ന് രണ്ടാളെ അങ്ങോട്ട് കൊണ്ടുവരും, അവരോട് ചോദിക്കട്ടെ എങ്ങനെയുണ്ട് അവസ്ഥ, ജീവിതത്തിന്റെ മരിച്ചുപോയതിനു ശേഷം നിങ്ങൾ നേരിട്ടതെങ്ങനെ ഒക്കെ ചോദിക്കട്ടെ. ആ ചോദ്യത്തിന് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി കൊടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞതാണ്. അബൂജഹലിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഇതുപോലെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ ദൃഷ്ടാന്തം കണ്ട് വിശ്വസിക്കണം. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതനുസരിച്ചുള്ള ശിക്ഷ വരും. ഈസാ നബി അലൈഹിസ്സലാം മുകൾ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് സുപ്ര ഇറക്കി തന്ന ഭക്ഷണം കഴിക്കാൻ നല്ല സുഖാണെന്ന് ടീം പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞില്ലേ, സുപ്രക്ക് ഇറക്കിത്തരാം, സുപ്ര ഇറക്കിത്തരാം, നിങ്ങൾക്ക് ഭക്ഷണവും കിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്, വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഫൈന്നി യുഅദ്ദിബുഹു അദാബൻ ലാ യുഅദ്ദിബുഹു അഹദും മിനൽ ആലമീൻ. ലോകത്ത് ഒരാളെയും ശിക്ഷിക്കാത്ത വിധം ശക്തമായ ശിക്ഷ തരും. ഈസാ നബി അലൈഹി സ്വലാം സുപ്ര വേണോ? അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നി മുനസ്സിലുഹാ അലൈക്കും, സുപ്ര ഇറക്കിത്തരാം. പക്ഷേ ഫമൻ യക്ഫുർ ബഅദു മിൻകും, സുപ്രക്ക് ഇറങ്ങി ഭക്ഷണം കഴിച്ച് പിന്നെ നന്ദികേടിന്റെ വർത്തമാനം, നിഷേധത്തിന്റെ വർത്തമാനം പറഞ്ഞാൽ നോക്കിക്കൂല. കാരണം ദൃഷ്ടാന്തങ്ങൾ തരുന്നതനുസരിച്ച് ഉൾക്കൊള്ളണം, സ്വീകരിക്കണം, വിശ്വസിക്കണം. ഒക്കെ കിട്ടിയതിന് ശേഷം ഇനി കുറച്ച് ആലോചിക്കട്ടെ, അതൊന്നും നടക്കൂല, ഇപ്പൊ പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കി വെച്ചേക്കൂല. ആ ഒരു തീരുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ചോദിച്ച എല്ലാ ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുക്കാൻ തങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല. അതൊരു കഴിവുകേടായിട്ട് വിലയിരുത്തണ്ട, തങ്ങൾക്കതിന് കഴിയുമെന്നതിന് ധാരാളം ദൃഷ്ടാന്തങ്ങൾ വേറെയും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ പോയ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഈസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പഴയ കാലത്തുള്ള ഒരാളെ നിങ്ങൾ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തന്നാൽ, കുറെ മുമ്പുള്ള ആളെ എണീപ്പിച്ചു തന്നാൽ ഞങ്ങൾക്കൊന്ന് ചോദിക്കായിരുന്നു പഴയ കാലത്തെ അവസ്ഥകളെ പറ്റി, ചരിത്രങ്ങളെ പറ്റി. അപ്പൊ അവരെയും കൂട്ടിപ്പോയി ഒരു വലിയ മണൽക്കൂൻ അങ്ങനെ കൂട്ടി വെച്ചത് കാണുന്നുണ്ട്. അതിന്റെ അടുത്തെത്തിയപ്പോ ഒരു പിടി മണ്ണതിൽ നിന്ന് വാരിയിട്ട് ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഈ പിടി മണ്ണ് ആര് കിടക്കുന്ന മണ്ണാണ് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അവരൊന്നും അറിയില്ല, അല്ലാഹു റസൂലുഹു അലം. ഈസാ നബിനെ വിശ്വസിച്ച ആൾക്കാരാണ്. എന്നാ ഞാൻ പറഞ്ഞുതരാം, ഇത് കഅബ് എന്ന പേരിൽ അറിയപ്പെടുന്ന
നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽ നിങ്ങളൊക്കെ ഹാമ് എന്ന് വിളിക്കുന്ന മകനാണിത്. ഹാമു എന്നൊരു മകനുണ്ട്, നൂഹ് നബി വിശ്വസിച്ച മക്കൾ പെട്ടതാണ്. ഹാമു എന്ന മകന്റെ ശരീരം ഇവിടെയാ കിടക്കുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാം കയ്യിലുള്ള വടി കൊണ്ട് പതുക്കെ ഒന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, കുമ്പി ഇതിനില്ല, ഒന്ന് എഴുന്നേൽക്കുന്നു പറഞ്ഞു. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നിങ്ങനെ എണീറ്റു, തലയിൽ നിന്ന് പൊടിയൊക്കെ തട്ടി പുറത്തു വന്നു. ഈസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, നല്ല മുടിയൊക്കെ തട്ടി, മുടിയിൽ നിന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് നോക്കുമ്പോ നല്ല യുവാവിനെ പോലെ ഉണ്ട് ആള്, ഒരു യുവത്വം തുളുമ്പുന്ന ശരീരമാണ്. അപ്പൊ ചോദിച്ചു, ഹാക്കഥാ ഹലക്ത, ഇങ്ങനെയാണോ നിങ്ങൾ മരിച്ചുപോയത്? എന്തേ, നിങ്ങളൊരു യുവാവായിട്ടാണോ മരിച്ചുപോയത്? അപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, പക്ഷേ യുവാവായിട്ട് മരിച്ചതല്ല ഞാൻ, പക്ഷെ ഞാൻ വിചാരിച്ചു ഖിയാമത്ത് നാളൊക്കെ ആയല്ലോ, അപ്പൊ ഇനി സന്തോഷത്തോടെ എഴുന്നേറ്റ് ഇനി ബാക്കിയുള്ള അമലുകൾക്കുള്ള ജസാക്കെ വാങ്ങി സുഖത്തോടെ സ്വർഗത്തിൽ ജീവിക്കാലോ എന്ന് കരുതി ആ സന്തോഷം കൊണ്ട് ഇങ്ങനെ എണീറ്റപ്പോ പ്രായാധിക്യൊക്കെ മാറിയിട്ട് യുവത്വം വന്നതാണ്. അപ്പൊ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ തന്നെ സന്തോഷമുള്ള ആളുകൾക്ക് സന്തോഷത്തിന്റെ അവസ്ഥ ഉണ്ടാവും, റാഹത്തിന്റെ അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഖബറിൽ നിന്ന് എണീറ്റ് വരുമ്പോ ചില ആളുകൾക്ക് വാഹനം ഓൾറെഡി ഖബറിന്റെ അടുത്ത് തന്നെ റെഡിയാണെന്ന് ഹദീസ് പറഞ്ഞു. ചിലര് നടക്കും, ചിലര് നല്ല സ്പീഡിൽ നടക്കും, തടസ്സങ്ങളൊന്നും ഉണ്ടാകൂല. ചിലർക്ക് വാഹനങ്ങൾ റെഡിയാണ്. ആ വാഹനങ്ങളുള്ള ആള് ദുനിയാവിൽ തന്നെ അങ്ങോട്ട് വാഹനങ്ങൾ റെഡിയാക്കിയവരാണ്. ഹജ്ജിന് പോയി ബലിദാനം നിർവഹിച്ചവരും ഉളിഹിയത്ത് അറുത്തവരും അതുപോലെ തന്നെ ആളുകൾക്കൊക്കെ കൂടിയിട്ട് നേർച്ചയാക്കിയിട്ട് എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലെങ്കിൽ മിസ്കീന്മാർക്കും ഒക്കെ ബലിദാനം നിർവഹിച്ച ആളുകളൊക്കെ ഉണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർത്തവർ. അങ്ങനെ ഏത് രൂപത്തിൽ ബലിയർത്തവരുണ്ട്, അവർക്കൊക്കെ ഒരു വാഹനങ്ങൾ അള്ളാഹ് സ്വീകരിക്കുന്നതനുസരിച്ച് വാഹനങ്ങളുണ്ട്. ഇനി അതുമല്ല, ബലിയർക്കണമെന്നില്ല, വാഹനമായിട്ടുള്ളൊരു വാഹനം ഒരാൾക്ക് വേറെ സൗജന്യമായിട്ട് കൊടുത്താൽ അങ്ങനെ ഉണ്ടാകും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരു പാവപ്പെട്ട മനുഷ്യന് നല്ല വിലപിടിപ്പുള്ള ഒട്ടകം കൊടുത്തപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ആ ഒട്ടകത്തിന് അന്ന് സ്വഹാബത്ത് വില കാണുകയാണെങ്കിൽ സാധാരണ ആളുകൾക്കൊന്നും വാങ്ങാൻ കഴിയില്ല. നല്ല വാഹനമാണ്, നല്ല പുള്ളിങ്ങുള്ള വാഹനം. സാധാരണ അറബികൾ ചുവന്നൊട്ടകം എന്ന് പറയും. അതിന് സാധാ ഒട്ടകത്തിന്റെ വിലയുമല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ഒട്ടകം അങ്ങോട്ട് കൊടുത്തു വാഹനമായിട്ട്. വാഹനമില്ലാതെ വന്ന അറാബിക്ക് തങ്ങളെ കണ്ട് വിശ്വസിച്ച ഈമാനിന്റെ ആ സന്തോഷം കൊണ്ട് കൊടുത്താണ്. അപ്പൊ പറഞ്ഞു, അബ്ദുറഹ്മാനെ, പരലോകത്ത് നിങ്ങൾക്കൊരു വാഹനം ഉണ്ടാവും. അത് ഇവിടുത്തെ വാഹനമൊന്നുമല്ല, അതിന്റെ കാല്, അതിന്റെ മേലുള്ള വിരിപ്പ്, അതിന്റെ രോമത്തിന്റെ കളർ ഒക്കെ വർണ്ണിച്ചു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അതിൽ നിങ്ങളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ പോകുമ്പോ യഗ്ബിതുക കുല്ലു മൻ റആക, കാണുന്നവരൊക്കെ കൊതിച്ചു പോവും അങ്ങനെ വാഹനം കിട്ടിയെങ്കിൽ. നിങ്ങളെ കാണുന്നവരാരെല്ലാണ്ടോ മഹ്ശറിൽ എല്ലാവരും ആഗ്രഹിക്കും അങ്ങനെ വാഹനം കിട്ടിയെങ്കിൽ തിരക്കിടില്ല, അങ്ങനെ വാഹനം കിട്ടിയെങ്കിൽ തിരക്കിടില്ല. സത്യത്തിൽ അത് ബലിദാനമായി കൊടുത്തതല്ല, വാഹനമായിട്ട് കൊടുത്തതാണ്. അങ്ങനെ കൊടുത്തതിനൊക്കെ പകരം കിട്ടും. അങ്ങനെ ഖിയാമത്ത് നാളായി എന്നുള്ള സന്തോഷം കൊണ്ട് ഇങ്ങോട്ട് എണീറ്റപ്പോ ഞാനൊരു യുവാവായി പോയതാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ പറയും, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്, ഈ കൂടുന്ന ആളുകൾക്ക് ഇതെന്നെ വിശ്വസിച്ച ആൾക്കാരാണ്, ഖിയാമത്ത് നാളൊന്നും ആയിട്ടില്ല, ഞാൻ ഈസാ നബിയാണ്, ഇതെന്റെ കൂടെയുള്ള ആൾക്കാരാണ്. നൂഹ് നബിന്റെ കപ്പലിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചു. നൂഹ് നബിന്റെ മോനാണല്ലോ. അത് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, കപ്പലിനെ പറ്റി പറഞ്ഞുതരാം. കാന തൂലുഹ അൽഫ ദിറാഇൻ വ മിഅതൈ ദിറാഇൻ, കപ്പലിന്റെ നീളം 1200 മുഴം ഉണ്ടായിരുന്നു. എത്ര മുഴം? 1000 നീളാണ്, 1200 മുഴം. വഅർളുഹ സിത്തു മിഅതി ദിറാഇൻ, അതിന്റെ വീതി 600 മുഴം ഉണ്ടായിരുന്നു. ഇത് മുഴുവനും സഹോദരങ്ങളെ, ഇത് മുഴുവനും തേക്കാണിത് മുഴുവനും. 300 കൊല്ലം നട്ടുപിടിപ്പിച്ച് നല്ല 1-ാം നമ്പർ തേക്കാണ്. നല്ല എല്ലാവിധ കാതലുള്ള. നമ്മൾ 2 മുറിച്ച് മാറ്റല്ലേ, 3 കാതൽ മൂക്കൊന്നും എത്തിയില്ല. നല്ല ഉശിരം തേക്ക്, കംപ്ലീറ്റ് അതിനുള്ള മരങ്ങൾ തേക്കാണ്. എന്നിട്ട് പറഞ്ഞു, കാന സലാത്ത് തബഖാത്തിന് 3 തട്ടുണ്ടായിരുന്നു കപ്പല്. ഒരു തട്ടില് കാട്ടിലെ മൃഗങ്ങളും ഇഴജന്തുക്കളും പ്രാണികളൊക്കെ ആയിരുന്നു. മറ്റൊരു തട്ടില് മനുഷ്യന്മാരുണ്ടായിരുന്നു. വേറെ ഒരു തട്ടില് പക്ഷികൾ ഉണ്ടായിരുന്നു. അങ്ങനെ
ഈ മൃഗങ്ങളുടെ വേസ്റ്റുകൾ, അവരെ വിസർജ്യ വസ്തുക്കളൊക്കെ ഇങ്ങനെ അധികരിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിക്ക് വഹി കൊടുത്തു. പിന്നെ ആനയുടെ വാലിന് പിടിച്ച് ഒരു ഞെക്ക് കൊടുക്കാൻ. കാരണം മൃഗങ്ങൾ മുകളിൽ നിന്ന് ഇങ്ങനെ വിസർജ്യ വസ്തുക്കൾ ഇങ്ങനെ പെരുത്ത് അതിന്റെ വാസനയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റത്തിങ്ങനെ പറന്നു പോകലും താഴെ തട്ടിലേക്ക് വല്ലും മറ്റും പല രൂപത്തിലായപ്പോ ഇതൊന്നും സഹിക്കണ്ടേ. അപ്പൊ ആനയുടെ വാലിന് പിടിച്ചിട്ട് ഒരു ഞെക്കമർത്താൻ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് മഹാനവറുകൾ ആനയുടെ വാല് പിടിച്ചൊന്ന് അമർത്തിയപ്പോ ഫവഖഅ മിൻഹു ഖിൻസീറും വഖിൻസീറ, അപ്പൊ നല്ല ആൺപന്നിയും പെൺപന്നിയും വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ആൺപന്നിയും പെണ്ണും പന്നി വരുന്നത്. പന്നി അതിൽ നിന്ന് പുറത്തു വന്നു എന്നാണ്. ആ പന്നികൾ പുറത്തു വന്നത് എന്തിനാ? അവര് ഈ വിസർജ്യ വസ്തുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. അങ്ങനെ പിന്നെ താഴോട്ട് വിസർജ്യ വസ്തുക്കൾ കുറവായി. കാരണം ഇവർക്ക് എപ്പോഴും കഴിക്കാൻ വേണ്ടേ. അവര് മുകളിൽ നിന്ന് മൃഗങ്ങളും മറ്റുമൊക്കെ ഒഴിവാക്കുന്ന മുഴുവനും നല്ലോണം വൃത്തിയാക്കി ക്ലീനാക്കി ശല്യമൊന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ പിന്നെ എലിയെയും പിടിച്ചിട്ടിരുന്നു അതിൻ്റെ ഉള്ളിൽ. എലി പതുക്കെ ചില ഭാഗങ്ങളൊക്കെ അങ്ങനെ കടിച്ചു തുറക്കാൻ തുടങ്ങി. എലിക്കങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ അല്ലാഹു തആല നൂഹ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു കൊടുത്തു, സിംഹമില്ലേ നിങ്ങളെ കൂട്ടത്തില്, ആ സിംഹത്തിന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ പിടിച്ചിട്ട് ഒരടി കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ രണ്ട് കണ്ണിന്റെ ഇടയിൽ ഒരൊറ്റ അടി കൊടുത്ത സമയത്ത് മൂക്കിന്റെ ഓട്ടയിലൂടെ കുറച്ചുകൂടിയും ഈ എലിയെ എതിർക്കാൻ പറ്റുന്ന രീതിയിലുള്ള, എലിയെ തിന്ന് നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ചുകൂടി ഉയരമുള്ള ചെറിയ ചെറിയ കുട്ടിപ്പുലികൾ പുറത്തേക്ക് വന്നു. സിന്നൂർ എന്നാണ്, നല്ല വരയുള്ള വരയൻ പുലി, നല്ല ഊക്കുള്ള പുലികളാ. അത് ആണും പെണ്ണും പുറത്തേക്ക് വന്നു. അപ്പൊ പിന്നെ കപ്പൽ കേടൊരു സഞ്ചരിക്കണ്ടേ. അവ രണ്ടുപേരും എലിയെ നേരിട്ടു. പിന്നെ എലി എന്ന സാധനം വളരെ പരിമിതമായി മാറി. വീണ്ടും അല്ലാഹു തആല വംശനാശം സംഭവിച്ച് അതിനെ ജീവിപ്പിച്ചതാണ്. ഈ കഥകൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, നൂഹ് നബി അലൈഹി സ്വലാമിന് എങ്ങനെ മനസ്സിലായി നാട് മുഴുവനും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അപ്പോ നൂഹ് നബിന്റെ മോൻ പറയാണ്, വാപ്പ ആദ്യം തന്നെ ഒരു കാക്കയെ പറഞ്ഞയച്ചു നോക്കാൻ വേണ്ടിയിട്ട്, നാടിന്റെ എല്ലാ ഭാഗങ്ങളും വെള്ളത്തിലായിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. 6 മാസം ഓടിയ കപ്പലാണ്, 6 മാസം ഓടിന് മൊത്തം. അപ്പൊ കാക്ക പോയി നോക്കുമ്പോ ചില ഭാഗങ്ങളിലൊക്കെ പലതും ഇങ്ങനെ ചത്ത് കിടക്കുന്നത് കണ്ടു. അപ്പൊ കാക്ക ഇതൊരു കോളല്ലേ, ഇത് വിട്ടിഞ്ഞ് കപ്പൾക്ക് പോയത് തിന്നാൻ കഴിയോ? കാക്ക അതിലാണ് ഷോലായി. അപ്പൊ കാക്കയെ കാണാത്തപ്പോ നൂഹ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തു, കാക്കക്ക് ഖൗഫ് കൊടുക്കല്ല, പേടിട്ട് കൊടുക്ക്. ഒരു സംഗതിക്ക് പോയിട്ട് അനുസരണമില്ലാത്തൊരു ജീവി അതിന് നല്ല പേടി കൊടുക്കുക. അതുകൊണ്ട് കാക്ക ഇരിക്കുമ്പോ എപ്പോഴും നോക്കണം, വലത്തോടുത്ത് നോക്കണം. കണ്ടില്ലെങ്കിൽ ഏതൊക്കെ ഒരു പ്രാവ് വന്നിട്ട് നമ്മളെ വീടിനോ മറ്റോ ഒക്കെ കൂട് കെട്ടിയാലും കാക്ക കൂട് കിട്ടൂലല്ലോ. ഇനി കാക്ക കൂട് കെട്ടിയെടുത്ത് നമ്മളാരോ എന്തോ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ധാരണ കാക്കക്ക് വന്നാൽ തന്നെ അവിടുന്ന് സ്ഥലം വിടും. ഒരു സ്ഥലത്ത് കാക്ക ഇരിക്കുമ്പോ തന്നെ നോക്കുന്നത് എങ്ങനെ? എല്ലാ ഭാഗത്തേക്കും നോക്കുക. അത് അന്ന് ഈ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാം പടച്ചോനെ പറഞ്ഞയച്ചിട്ട് ഒരു ജവാബില്ലാതെ അവിടെ നിൽക്കുകയാണ്. എന്തോ തിന്നാൻ കിട്ടിയിട്ടുണ്ടാവും, എന്നാ അതിന് അവിടെ ഖൗഫിട്ട് കൊടുക്കുന്നു പറഞ്ഞു. പിന്നെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാം മേടപ്രാക്കളെ പറഞ്ഞയച്ചു, പക്ഷികളെ പറഞ്ഞയച്ചു. ആ പക്ഷികള് അതിന്റെ 2 കാലിലും അതുപോലെ തന്നെ കൊക്കിലുമായിട്ട് ജൈത്തൂന്റെ ഇലയും ജൈത്തൂൻ വൃക്ഷത്തിന്റെ ഇലയും 3 ഇലകൾ കൊണ്ടുവന്നു. അപ്പൊ ആ ഇലകളിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം കണ്ടപ്പോ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമിന് മനസ്സിലായി എല്ലാ നാട്ടിലും വെള്ളം എത്തിയിട്ടുണ്ട്, വെള്ളം മുങ്ങിയിട്ടുണ്ട്. ഇത് ഈ അനുസരണം കാണിച്ചപ്പോ നൂഹ് നബി അലൈഹി സ്വലാം ആ പച്ച ഇല എടുത്തിട്ട് അതിന്റെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്തു. എന്നിട്ട് ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുവേ, ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ച ഈ മേടപ്രാക്കൾക്ക് എപ്പോഴും നല്ല സുരക്ഷിതത്വവും എല്ലാ സ്ഥലത്തും ജീവിക്കാനുള്ള നല്ല സെറ്റപ്പും കൊടുക്കണം. ഫമിൻ സമ്മ തഅലുഫുൽ ബുയൂത്ത്. ഇതുകൊണ്ടാണത് വീട് വിട്ടുപോകാത്തത്. പല വീടുകളും കേന്ദ്രങ്ങളാക്കി ഇവർ കൂടുന്നത് കൊണ്ടാണ്. നൂഹ് നബി അലൈഹി സ്വലാം വന്ന് ദുആ ചെയ്തു, ഇവർക്ക് നല്ല സുരക്ഷിതമായ സ്ഥലം കൊടുക്കണം. എത്ര വീടുകളിലാണ് അവരങ്ങനെ വന്ന് താമസിക്കുന്നത്?
പല കൂടി വീടിന്റെ മേലെ നമ്മള് പിന്നെ മഴയും വെയിലും തട്ടണ്ടെന്ന് കരുതി നല്ല ഒരു സീറ്റൊക്കെ അടിച്ചു വെച്ചാല് അവർക്കല്ല സുഖമാണ്. അതിന്റെ ചില ഭാഗങ്ങളിലൊക്കെ വന്ന് അതിൽ പ്രത്യേക പെർമിഷൻ വേണ്ട, നേരത്തെ പെർമിഷൻ ഓൾറെഡി കിട്ടിയതാണ്, അവർ കൂട് കെട്ടും. ഏത് കപ്പല്? ആ ആ അങ്ങനെ സംഭവം ഉണ്ട്, കേട്ടിട്ടുണ്ട്. അതിന്റെ തെളിവ് കണ്ടിട്ടില്ല, എവിടെ ഉണ്ടാവും. അപ്പൊ പിന്നെ ചോദിച്ചു, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ചോദിച്ചു, യാ റൂഹല്ലാ അലാ തൻതലിഖു ബിനാ ഇലാ അഹാലിന. ഇവർ ചോദിക്കാണ്, കൂടുള്ള ആൾക്കാർ, ഇയാൾ നമ്മൾ കൊണ്ടുപോയാലോ, പുരേ കൊണ്ടുപോയാലോ? ഈ ഖബറിന്ന് എണീറ്റ് വന്ന ആളെ ഒന്ന് പുരക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ എല്ലാവർക്കും നീമാൻ കൂടുമല്ലോ, ഒന്ന് കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാകും? അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങളെ കൂടെ എങ്ങനെ അയാൾ വരും? അയാൾക്ക് ദുന്യാവിൽ കണക്കാക്കി റിസ്ക് കഴിഞ്ഞില്ലേ? കൈഫ എത്തുമ്പോഴേക്കും അല്ല റിസ്ഖ് ലഹു, റിസ്ക്കില്ലാത്ത ഒരാൾ നിങ്ങളെ കൂടെ എങ്ങനെ വരും? ദുന്യാവിൽ അല്ല കണക്കാക്കി റിസ്ക് കഴിഞ്ഞിട്ടല്ലേ അയാൾ ഖബറിലേക്ക് പോയത്. അതുകൊണ്ട് നിങ്ങളെ കൂടെ വരാൻ പറ്റൂല. അയാൾ ഇവിടെ തന്നെ പോയിക്കോട്ടെ, കടന്നിടത്തേക്ക് തന്നെ പോട്ടെ, അയാൾക്ക് വരേണ്ട ടൈം ആയിട്ടില്ല. നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുന്നേൽപ്പിച്ചത്. നിങ്ങൾ അങ്ങോട്ട് തന്നെ മടങ്ങൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ആ ഖബറിലേക്ക് തന്നെ മടങ്ങി, ആ ശരീരം. പിന്നെ ആ ഖബർ ആ രൂപത്തിൽ തന്നെ പഴയ സ്ഥിതിയിൽ തന്നെ മാറി വന്നു. ഇത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ യാത്രയിൽ സംഭവിച്ച സംഭവങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ വേറെയും സംഭവിച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് ഖുർആൻ പണ്ഡിതന്മാർ ഇത് ഉദ്ധരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിലൊരു കഴിവുകുറവും മറ്റൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ അള്ളാഹുവിൽ നിന്ന് വരുന്ന ശിക്ഷ, അത് തന്റെ ഉമ്മത്തിന് ഇത്രയും വലിയ ശിക്ഷ വരുന്നത് ഒരിക്കലും തങ്ങൾക്ക് സഹിക്കൂല. അതുകൊണ്ട് ആ ദൃഷ്ടാന്തം ഉടനടി വേണ്ട, വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിച്ചോട്ടെ. അവിടെ അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, ലാസ്റ്റ് അഹും ഖൈറുൻ അം ഖൗമു തുബ്ബ. യമൻകാരെപ്പോഴും എപ്പോഴും നല്ലോണം ഓതുന്ന ഒരു ആയത്താണിത്. സൂറത്തു ദുഖാനിൽ ഈ ആയത്ത് കേട്ടാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അഹും ഖൈറുൻ അം ഖൗമു തുബ്ബ. അല്ലാഹു തആല ചോദിക്കുന്നു, ഈ മക്കക്കാരാണോ കൂടുതൽ ഖേമന്മാര്, നല്ല ഊക്കും നല്ല തറവാടിത്തവും നല്ല സന്തോഷമൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ അം ഖൗമു തുബ്ബ, തുബ്ബയിന്റെ ആൾക്കാരാണോ? തുബ്ബയിനെ അല്ലാഹു തആല കേടായി പറഞ്ഞിട്ടില്ല, തുബ്ബയിന്റെ ജനതയെ പറഞ്ഞത്. അതാ യമൻകാര് പറഞ്ഞത്, ഞങ്ങളെ രാജാവിന് അല്ലാഹു തആല നല്ല മെച്ചപ്പെടുത്തിയാ പറഞ്ഞത്. കാരണം ഇത് ജഅലല്ലാഹു ഖൗമ തുബ്ബയിൻ ഖൈറൻ മിൻ ഖുറൈശി, ഖുറൈശികളെക്കാളും നല്ല കേമന്മാരാണ് തുബ്ബയിന്റെ ആൾക്കാർ നല്ല പറഞ്ഞില്ലേ. അതുകൊണ്ട് യമനിലെ ഞങ്ങൾക്ക് കൂടുതൽ ഖുറൈശികളെക്കാളും മഹത്തുണ്ട് എന്ന് യമൻകാര് ഈ ആയത്തോത് ഇങ്ങനെ പറയാറുണ്ട്. തുബ്ബ രാജാവിനെ അല്ലാഹു തആല എതിർത്തിട്ടില്ല. കാരണം തുബ്ബ രാജാവ് വിശ്വസിച്ച ആളാണല്ലോ. പഴയ കാലത്ത് തുബ്ബ രാജാവ് തന്നെ കഅബയെ പൊളിക്കാൻ വേണ്ടി, എതിർക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ കൂടെ, ഒരു വലിയ സൈന്യത്തിന്റെ കൂടെ കഅബ പൊളിക്കാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ ഒരു രാജാവാണ് തുബ്ബ രാജാവ്. യമനിൽ നിന്ന് വന്നു, അങ്ങനെ മക്കയിലേക്ക് മുന്നിട്ടു. മക്കയുടെ അടുത്തെത്തിയ സമയത്ത് ഹുദൈൽ ഗോത്രക്കാരിൽപ്പെട്ട ഒരു സംഘം വന്നിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങള് മക്കക്കാരെ നേരിടാൻ വന്നതാണെങ്കിൽ മക്കയെ നേരിടുന്നതിന്റെ മുമ്പ്, ആളുകളെ സ്വീകരിക്കുന്നതിന്റെ മുമ്പ്, ആളുകളോട് പ്രതിരോധിക്കുന്നതിന്റെ മുമ്പ് ഇവിടെ ഒരു വീടുണ്ട്. ആ വീടാണ് മക്കക്കാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം. അവിടെ ഒരുപാട് സമ്പത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ വീട് ആദ്യം തകർത്താൽ പിന്നെ മക്കക്കാരെ നിങ്ങൾക്ക് പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റും. കാരണം മക്കയിലുള്ള ആൾക്കാരുടെ കേന്ദ്രമാണത്. അതിൽ ആ മക്കന്റെ ഉള്ളില് രാജാക്കന്മാർക്കൊന്നും കിട്ടാത്ത മുത്തും സ്വർണവും വെള്ളിയും ഒക്കെയുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു പക്ഷെ അത് കഴിയുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മക്കക്കാരെ കീഴ്പ്പെടുത്താൻ കഴിയും. ഹുദൈൽ ഗോത്രക്കാർ ഉദ്ദേശം എന്താന്ന് പറയും, നിങ്ങൾ ഇവര് കഅബയെ നേരിടാൻ വരികയാണെങ്കിൽ അള്ളാഹു ബാക്കി വെച്ചേക്കൂല, അപ്പൊ പിന്നെ പണി വേഗം തീർന്നോളൂ. അതാണ് ഹുദൈൽ ഗോത്രക്കാർ ലക്ഷ്യാക്കിയത്. രാജാവ് അതിനുദ്ദേശം വന്നാല് വേഗം തീർന്നോളൂ. അങ്ങനെ ഏതായാലും കഅബ പൊളിക്കാന്നുള്ള ചർച്ചയൊക്കെ വന്നപ്പോ രാജാവ് പറഞ്ഞു, ഒരു മിനിറ്റ്, പെട്ടെന്ന് പൊളിക്കാൻ ശരിയാവില്ല, ഈ നാട്ടിലെ നല്ല പാണ്ഡിത്യമുള്ള രണ്ടാൾക്കാരെ കൊണ്ടുവരുന്നു, അവരോടും കൂടി ഒന്ന് ചോദിക്കുക, ഒരു മുഷാവറ, നമ്മളിപ്പോ ഇങ്ങനെ പണിക്ക് പോവല്ലേ. അങ്ങനെ രണ്ട് പണ്ഡിതന്മാരെ കൊണ്ടുവന്നു.
അവരോട് പറഞ്ഞു, ഇവിടെയുള്ള ഒരു ഗോത്രക്കാർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഈ നാട്ടുകാരെ കീഴ്പ്പെടുത്താൻ ഏറ്റവും സുഖം ആ വീട് പൊളിച്ചാൽ മതി. അപ്പൊ ഈ പണ്ഡിതന്മാർ പറഞ്ഞു, രാജാവേ നിങ്ങൾ കൂടുതൽ ചിന്തിക്കായിട്ടാണ്, നിങ്ങളെ ടീമും വേഗം തീർന്നോട്ടേന്ന് എഴുതി പറഞ്ഞാണ് അവര്. നിങ്ങളോടുള്ള സന്തോഷം കൊണ്ടോ അംഗീകാരം കൊണ്ടോ പറഞ്ഞതല്ല. കാരണം ആ കാബ തൊടാൻ പോയ ചരിത്രത്തിൽ മുമ്പ് കാലത്ത് ജീവിച്ച, അതിനെതിർക്കാൻ പോയ ആൾക്കാരൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് നിങ്ങളെ സൈന്യവും പെട്ടെന്ന് അങ്ങ് തീർന്നു പോയിക്കോളും. അല്ലാഹു തആലാന്റെ ഒരു വീടാണത്. അല്ലാഹു തആല മലക്കുകളെ വിട്ട് ഭൂമിയിൽ ശിലഭാഗിയിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടാണ്. നിങ്ങൾ ഈ പ്രവൃത്തിയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളൊരൊറ്റ ആളും തിരിച്ചു പോക്കുണ്ടാകൂല, മരിച്ചു പോകും, നശിച്ചു പോകും. അപ്പൊ രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്താ എന്നോട് പിന്നെ കൽപ്പിക്കുന്നത്? നിങ്ങൾ ആ മക്കക്കാർ ചെയ്യും പോലെ ത്വവാഫ് ചെയ്ത് കഅബയെ ബഹുമാനിച്ച് ആദരിച്ച്, അങ്ങനെ ത്വവാഫ് കഴിഞ്ഞാൽ പിന്നെ മുടി കളഞ്ഞ് അവിടെ ഉള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞു പോകണം. പിന്നെയും ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഈ രണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, അമാ വല്ലാഹി ഇന്നഹു ലബൈതു അബീന ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിന്റെ വീടാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ഈ കാണുന്ന രൂപത്തിൽ കഅബ നിർമ്മിച്ചത്. അതുകൊണ്ട് ഞങ്ങള് ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ നല്ല അറിവുള്ള പണ്ഡിതന്മാരായതുകൊണ്ട് നിങ്ങളോട് പറയാം, നിങ്ങളെ വേഗം കഥ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു വിഷയം ഇവിടെ ഉള്ളത് എന്താന്ന് വെച്ചാല്, പ്രതിമകളെ വെച്ചുകൊണ്ട് ചില ആരാധിക്കുന്ന ബിംബാരാധകരാണ് ഇതിന്റെ ചുറ്റുമുള്ളത്. അവരിതിന്റെ അടുത്ത് കൊണ്ടുവന്ന് മൃഗങ്ങളൊക്കെ അറുത്ത് രക്തമൊക്കെ ഒലിപ്പിച്ച് നജസാക്കി നടക്കുകയാണ്. ഇവിടെ പല ഭാഗത്തും ഒരു നജസാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഹുദൈൽ ഗോത്രക്കാര് നിങ്ങളെ നാശം ഉദ്ദേശിച്ചു കൊണ്ടാണത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, ആ പറഞ്ഞ ഹുദൈൽ ഗോത്രക്കാരെ മൊത്തം വിളിപ്പിച്ചു. രാജാവ് പറഞ്ഞു, അവര് നമ്മൾ ചതിയല്ലേ ചെയ്ത്, കൊണ്ട് കയ്യും കാലും മുറിച്ചെന്നുണ്ടോ? ചതിക്ക് ചെറിയ ശിക്ഷ അല്ലല്ലോ, പണ്ട് കാലം മുതൽക്ക് എങ്ങനെയാണ് കയ്യും കാലും മുറിക്കണം എന്ന് പറഞ്ഞു. എന്ത് ചതി അവർ ചെയ്ത്? നമ്മുടെ ടീം മൊത്തം നശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തത്. അങ്ങനെ നേരെ കഅബയിലേക്ക് മുന്നിട്ട് വന്നു. കഅബ തവാഫ് ചെയ്തു. കഅബയിൽ നിന്ന്, ഹറമിൽ നിന്ന് കുറച്ച് അപ്പുറത്ത് മാറി നിന്ന്, കഅബയിൽ നിന്ന് മാറി നിന്ന് ഒട്ടകങ്ങൾ അറുത്തു വിതരണം ചെയ്തു, മുടി കളഞ്ഞു. 6 ദിവസം മക്കയിൽ താമസിച്ചു. ആ ദിവസം മുഴുവനും മക്കക്കാർക്കുള്ള ഭക്ഷണം തുബ രാജാവിന്റെ സമ്പത്ത് കൊണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തു. അങ്ങനെ പോകാൻ നേരത്ത് തുബ രാജാവ് സ്വപ്നത്തിൽ ദർശിച്ചു, ഈ കഅബക്ക് ഒരു കില്ല, അതിന് പുതിയതായിട്ടൊരു കിസ്വ ധരിപ്പിക്കണമെന്ന് ഒരു സന്ദേശം കിട്ടി. അങ്ങനെ കിസ്വ ധരിപ്പിക്കണം എന്നൊരു സന്ദേശം കിട്ടിയപ്പോൾ പെട്ടെന്നും അതിലേക്ക് തിരിഞ്ഞില്ല. വീണ്ടും 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 കഅബയെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്യണം എന്ന ഒരു സന്തോഷം കിട്ടിയപ്പോ, ഒരു വിവരം കിട്ടിയപ്പോ തുബ രാജാവ് അന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കിസ്വ വാങ്ങി കഅബക്ക് കിസ്വ ധരിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായി കഅബക്ക് കിസ്വ ധരിപ്പിച്ചത് തുബ രാജാവാണ്. അങ്ങനെ ഒരു കിസ്വ ധരിപ്പിച്ചപ്പോ അതിലും മെച്ചമുള്ള, സൗന്ദര്യമുള്ള, വിലപിടിപ്പുള്ള കിസ്വ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ അത് വാങ്ങി. അങ്ങനെ മാറി മാറി കിസ്വകൾ ധരിപ്പിച്ചു. അവിടെയുള്ള ആളുകളോട്, ഭരണാധികാരികളോട്, ജുർഹും ഗോത്രക്കാരോട് പറഞ്ഞു, ഈ പരിസരങ്ങളിൽ നിന്നൊക്കെ നല്ലോണം വൃത്തിയാക്കി ശുദ്ധിയാക്കി ഈ പരിസരത്തേക്ക്, കഅബയുടെ അടുത്തേക്ക് രക്തമോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ശവമോ അല്ലെങ്കിൽ ഇതുപോലത്തെ രൂപത്തിലുള്ള ഈ ചീഞ്ഞളിഞ്ഞ മൃഗങ്ങളുടെ മറ്റു വസ്തുക്കളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാതെ അങ്ങോട്ട് മാറ്റി നിർത്തണം. എന്നിട്ട് കഅബക്ക് ഒരു വാതിലുണ്ടാക്കി, ഒരു താക്കോലുണ്ടാക്കി. എന്നിട്ട് അതവിടെ കൈമാറി, നല്ലോണം നിങ്ങൾ കഅബയെ നോക്കണമെന്ന് നിർദ്ദേശം കൊടുത്ത് തുബ രാജാവ് അവിടുന്ന് പുറപ്പെടുകയാണ്. പിന്നെ നേരെ ലക്ഷ്യമാക്കി പോകുന്നത്, ഒന്നുകിൽ നേരെ പോയി എന്നും കാണാം, അല്ലെങ്കിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്നാന്നും കാണാം മദീനയിലേക്ക്. മദീന ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ മദീനക്കാർക്ക് അന്ന് ഷാമിൽ കച്ചവടം ചെയ്ത് ഒരുപാട് ഭൂസ്വത്തുകളും സമ്പത്തുകളും അധികരിച്ചിട്ടുണ്ട്. അങ്ങനെ മദീനയിൽ വന്ന് മദീനക്കാരോട് ചില സമയത്തൊക്കെ പോയി എതിർത്തു നോക്കി, അവരെ തുരത്താൻ നോക്കി. പക്ഷെ രാജാവ് കണ്ടൊരു കാഴ്ച എന്താണെന്നറിയാം? രാവിലെ എത്ര മദീനക്കാരായ ആൾക്കാരെ പല ഭാഗത്തും ചെന്നിട്ട് അവിടുന്ന് ആട്ടി പുറത്താക്കാനും ഇവിടുന്ന് പോകണം, ഇത് രാജാവ് കീഴടക്കാൻ വേണ്ടി വന്നാന്നൊക്കെ പറഞ്ഞാലും വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ചോദിക്കും, നിങ്ങൾക്ക് വല്ല ഭക്ഷണമുണ്ടോ, കിടക്കാൻ സൗകര്യങ്ങളുണ്ടോ? രാജാവ് പറയാണ്, ഈ സ്നേഹം മദീനക്കാരോടുള്ള ചെറുത്തുനോൽപ്പ് ഞാൻ തോറ്റുപോയി.
കാരണം രാവിലെ അവർ ആക്രമിക്കാൻ വേണ്ടി പോയാൽ വൈകുന്നേരം അവർ ചോദിക്കണം കുടിക്കാൻ വെള്ളമുണ്ടോ, കഴിക്കാൻ ഭക്ഷണമുണ്ടോ. ഇതെന്ത് സ്നേഹമാണ്! പണ്ടേ മദീനയിലുള്ള ആളുകളുടെ ഒരു സ്നേഹമാണ്. കാരണം അവിടേക്കാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനുള്ളത്. മദീനക്കാര് വലിയൊരു അവലംബമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. നിങ്ങൾ നോക്കും മക്കത്ത് എത്ര കുടുംബക്കാരുണ്ട്. മദീനയിൽ നിന്ന് വന്ന ആളുകളോട് മക്കയിലുള്ള നേതാക്കളുടെ അഭ്യർത്ഥന എന്താണെന്നറിയോ? നിങ്ങൾ ഹജ്ജിന് വന്നതാണ്, ഒരിക്കൽ പോലും പകലോ രാത്രിയോ സ്വകാര്യമായിട്ട് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പാടില്ല, കണ്ടാ പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകൂല എന്ന് വാണിങ് ചെയ്തിട്ടും 50ഓളം ആളുകൾ നട്ടപ്പാതിരാക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച ചെയ്തു. തങ്ങളൊപ്പം ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രം. എന്നിട്ട് അവർ പറഞ്ഞു, മദീനയിലേക്ക് വന്നാൽ എന്ത് സഹായം ഞങ്ങൾ ചെയ്തു. ആരാരും അറിയാത്ത കൂരിട്ടിലുള്ള ഈ ഉടമ്പടി, ഈ ഒരു കരാറ്, ഇത് പിൽക്കാലത്ത് അതിൽ പങ്കെടുത്ത ആൾക്കാർ ഞാൻ അതിലുണ്ട് എന്ന് പറയുമ്പോൾ പോകാൻ കഴിയാത്ത ആൾ മദീനക്കാർ പറയുന്നു അന്ന് പോയാൽ മതി എന്നിട്ട്, അന്ന് അതിൽ പോയാൽ മതി. ഇത് വല്ലാത്തൊരവസരമാണത്. കാരണം ആ ഉടമ്പടിയുടെ ആൾക്കാരെ വേറെ തന്നെ ഒരു ലെവലിലും ബഹുമാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കണ്ടത്. അവർ കൊടുത്തൊരു ധൈര്യം, തങ്ങൾ വന്നോളൂ, ഞങ്ങൾ എല്ലാ സന്തോഷങ്ങളും കാര്യങ്ങളും തരും, ഒരു വിഷമവുമില്ല, എന്ത് സഹായം തരും, വിഷമിക്കേണ്ടില്ല. മദീനയിൽ തങ്ങൾ വന്നാൽ ഒരിക്കലും തങ്ങളെ എതിർക്കാൻ പുറത്തുനിന്നൊരു കക്ഷിയോട് വരൂല, ഞങ്ങളതിന് സമ്മതിക്കൂല. രാത്രിക്ക് രാത്രി നട്ടപ്പാതിരാക്ക് നടത്തിയ ഈ കരാറ് സുബിയാവുമ്പോഴേക്ക് എങ്ങനെയോ മണത്തറിഞ്ഞു. അങ്ങനെ നേതാക്കളൊക്കെ വരുമ്പോഴേക്ക് ഈ കരാറിൽ കുടുങ്ങി, കരാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംബന്ധിച്ച ആളുകൾ മക്ക വിട്ടുപോയി മദീനയിലേക്ക്. അവരെ പിടികൂടാൻ വളരെ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. മദീനക്കാരുടെ ഒരു സ്നേഹം വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയിട്ട് അവിടുത്തെ ക്ലൈമറ്റ് ആദ്യഘട്ടത്തിൽ സ്വഹാബത്തിന് പലർക്കും പിടിക്കാതെന്നപ്പോൾ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ മക്കയെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭൂമിയെന്ന് താമസിക്കാൻ നല്ല സൗകര്യമുള്ള നാടേന്ന് മക്ക, അതുപോലെ ഈ മദീനയെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാക്കി തരണം എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിരുന്നു. ഇവിടെയുള്ള മോശപ്പെട്ട കാലാവസ്ഥ ഒക്കെ നീക്കണം, ആൾതാമസമില്ലാത്ത ജുഹ്ഫയിലേക്ക് നീക്കണം. അവിടെ മനുഷ്യന്മാരും താമസിക്കണില്ലല്ലോ, ഇവിടെ നല്ല അന്തരീക്ഷം തരണം. ആ ദുആയോടുകൂടി പിന്നെ മദീന ജീവിക്കാൻ ഏറ്റവും നല്ല നാടായി എന്ന് മാത്രമല്ല, മദീന വിട്ട് പുറത്തു പോകുന്ന ഏതൊരു സ്വഹാബിയും ദ്വാർക്കുന്ന, പടച്ചോനെ ഈ നാട്ടിൽ വെച്ചൊന്നും നിന്റെ അവസാനാക്കരുത്, എനിക്ക് മദീനയെ തന്നെ മരിക്കണം. ഹജ്ജിന് വന്ന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു രോഗം ബാധിച്ച് ഇങ്ങനെ കിടക്കുമ്പോ സങ്കടത്തോടെ കരഞ്ഞിട്ട് പറഞ്ഞു, നബിയെ ഈ രോഗം ഇങ്ങനെ മൂർജിക്കുമ്പോൾ എനിക്കൊരു വിഷമുണ്ട്, എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കഴിയില്ലേ? ഏത് നാട്? മദീനയിലേക്ക് പോകാൻ കഴിയൂലേ? എനിക്ക് വല്ലാത്ത വിഷമുണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളിവിടെ മരിക്കൂല, നിങ്ങളെ ഹിജ്റ അല്ലാഹ് പൂർത്തിയാക്കി തരും, നിങ്ങൾ മദീനയിലേക്ക് തന്നെ പോകും. അതിനുശേഷം വർഷങ്ങളോളം ജീവിച്ചു ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ മക്കത്ത് വളർന്നവരല്ലേ. ഉമർ റളിയല്ലാഹുവിന്റെ ദുആയിൽ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് വജഅൽ മൗതി ഫീ ബർദി റസൂലിക്, വജഅൽ മൗതി ഫീ ബർദി റസൂലിക്, എന്റെ മൗത്ത് നിന്റെ റസൂലിന്റെ നാട്ടിലാക്കി തരണം അല്ലാഹ്, മക്കയിലാക്കരുത്, വേറെ എവിടെയാക്കരുത്, ഇവിടെ മരിക്കണം. അത്രക്ക് പ്രിയപ്പെട്ട നാടാക്കി തന്നു മദീന. അവിടെ പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ രാജാവിന് അത്ഭുതം, ഇതെന്ത് മനുഷ്യന്മാരാണ്, രാവിലെ പല ഭാഗത്തു നിന്ന് അങ്ങോട്ട് പോകണം എതിർത്തിട്ട് അടിയും പിടിയൊക്കെ ആയിട്ട് ചിലപ്പോൾ പരിക്കൊക്കെ പറ്റിയാലും വൈകുന്നേരം വന്ന് ചോദിക്കും ഭക്ഷണം കഴിച്ചോ, കിടക്കാനൊക്കെ സൗകര്യം ഉണ്ടോ, വെള്ളമുണ്ടോ. ഇപ്പൊ രാജാവ് ചിന്തിക്കാണ്, ഇത് പ്രത്യേക ഒരു നാട്ടുകാരൻ, മക്കത്ത് നമ്മൾ അനുഭവിക്കാത്തൊരു നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. രാജാവ് ഇവിടെ മദീനക്കാരോട് മൊത്തം ആക്രമിക്കാനുള്ള തീരുമാനം എടുത്തപ്പോഴാണ് രോഗിയായാണ് മാറിയത്. കട്ടിലാണ് കിടന്നു തുബൈ രാജാവ്, എണീക്കാൻ പറ്റുന്നില്ല, ശക്തമായ വേദന. എന്താ ഇപ്പൊ ഇതിന്റെ കാരണം എന്നറിയാൻ വേണ്ടിയിട്ട് കുറെ പ്രഗത്ഭന്മാരായ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, രാജാവേ നിങ്ങൾ ആക്രമിക്കാൻ വന്ന നാട് അവസാനത്തെ നബി ഹിജ്റ വരാനുള്ള നാടാണ്. ഇത് പറയുമ്പോ ഓർക്കണം, തുബൈ രാജാവിന്റെയും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടക്ക് 900 കൊല്ലത്തെ മാറ്റം. എത്ര മാറ്റം? 900 കൊല്ലം. ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നുണ്ട്, വകാന മിനൽ യൗമില്ലദീ മാത ഫീഹി തുബൈ രാജാവ് മരണപ്പെട്ട അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയോഗം നൽകപ്പെടുന്നതിന്റെ ഇടക്ക്
മൊത്തം കൂട്ടി നോക്കുമ്പോൾ അൽഫസന 1000 കൊല്ലമുണ്ട്. ഈ വ്യത്യാസങ്ങളുണ്ട് രണ്ടിനിടയിൽ. തുബ്ബ രാജാവിനോട് പണ്ഡിതന്മാര് പറഞ്ഞു, ഇത് അവസാനത്തെ നബി ഹിജ്റ വരാനുള്ള നാടാണ്, അതുകൊണ്ട് നിങ്ങളവിടെ കളിച്ചാൽ ഒരു നിലക്കും രക്ഷപ്പെട്ടു പോകൂല, നിങ്ങൾക്ക് നല്ല നിലക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയൂല എന്നവര് മുന്നറിയിപ്പ് നൽകിയപ്പോ തുബ്ബ രാജാവ് തീരുമാനിച്ചു, എന്നാൽ നമ്മൾ ഈ നാട് ആക്രമിക്കണ്ട, നമുക്ക് തിരിച്ചു പോകാം. പക്ഷേ അവസാനം വരാനുള്ള നബിക്ക് നമുക്കൊരു സമ്മാനം ഇവിടെ കൊടുക്കണം എന്ന നിലക്കാണ് മദീനയിൽ നല്ല ഒരു വീടുണ്ടാക്കിയത്. ആ വീടുണ്ടാക്കിയിട്ട് തുബ്ബ രാജാവ് അന്നത്തെ അവിടെയുള്ള പ്രമുഖനായ ഒരാളെ കയ്യിൽ അതിന്റെ താക്കോല് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ താമസിക്കണം, നിങ്ങളിങ്ങനെ തലമുറയായിട്ട് താമസിക്കണം. ഇലാ അൻ ഹാജറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഹിജ്റ വരുന്നത് വരെ, തങ്ങൾ ഹിജ്റ വന്നാൽ ഈ താക്കോൽ അങ്ങോട്ട് കൈമാറണം. തട്ടുള്ള വീടാ, സാധാ വീടൊന്നല്ല, മേലെ ഒരു തട്ടൊക്കെ ഉണ്ട്. അപ്പൊ തട്ടുള്ള വീട്ടുകാർക്ക് സന്തോഷമുണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കണതാ. മേലെ ഒരു തട്ടുണ്ട്, സൗകര്യമുള്ള തട്ട്, മരത്തിന്റെ തട്ട്. അന്ന് പിന്നെ അതാണല്ലോ കൂടുതൽ സന്തോഷവും സൗകര്യവും സൗന്ദര്യം, അതാണല്ലോ കൂടുതൽ. ഈടോ തന്നെ എങ്ങനെ കിടന്നാലും ബുദ്ധിമുട്ടില്ലല്ലോ ശരീരത്തിന്. പഴയ കാലത്ത് വെറുംപടിമ കിടന്നിട്ട് ആർക്കെങ്കിലും പനിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? പായിന്നൊക്കെ പിന്നെ വന്നേലേ, വെറുംപടിമ കിടക്കുന്ന കാലം ഉണ്ടായിരുന്നില്ലേ? നിങ്ങളൊക്കെ മറന്നുപോയോ? സാധാ പടി എന്ന് പറഞ്ഞൊരു പടി ഉണ്ടല്ലോ, അയമലല്ലേ കാര്യമായിട്ട് കിടക്കല്. എന്താ വിരിച്ചല്? ഒന്നും വിരിച്ചില്ല, അയമൽ കിടക്കലാണ് ആ പടിമല്. അങ്ങനത്തെ പടിയല്ലേ പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ കട്ടിൽ 50,000 കൊണ്ടുവന്നാലും ബെഡില്ലാതെ ഇരിപ്പില്ലാതെ കിടക്കാൻ കഴിയില്ല. നമ്മളും അവരൊക്കെ അങ്ങനെ കുറെ മാറ്റങ്ങൾ വന്നുപോയി. പഴയ കാലത്ത് അങ്ങനത്തെ ഒരു പടി ഉണ്ടാകും. ആ പടി വല്യാപ്പ കിടന്നാണ്, അതിൻ്റെയും ബാപ്പ കിടന്നാണ് ആ പടിമേലെ കിടക്കല്. ആപ്പാര കൈമേലെ ഇങ്ങനെ കിടന്നു, ഉമ്മാരെ കൈമേൽ കിടന്നു. ഒന്നും വിരിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ നല്ല വീടുണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് അവിടെ തുബ്ബ രാജാവ് പറഞ്ഞു, ഷഹിത്തു അലാ അഹ്മദ അന്നഹു റസൂലും മിനല്ലാഹി ബാരിൻ നസം, അള്ളാഹുവിന്റെ റസൂലാണ് വരാനിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഫലൗ മുദ്ദ ഉംദി ഇലാ ഉംദിഹി ലകുന്തു വസീറൻ ലഹു വബ്ന അമ്മി, എന്റെ ആയുസ് അല്ലാഹു അന്നത്തേക്ക് നീട്ടിത്തരാണെങ്കിൽ ആ നബി വരുമ്പോ ഏറ്റവും വലിയ സഹായിയായി പിൻബലക്കാരനായിട്ട് ഞാൻ കൂടെ നിന്നു കൊടുക്കും. എന്നിട്ട് സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് തുബ്ബ രാജാവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തുബ്ബ രാജാവ് കിടക്കുന്ന സ്ഥലവും തുബ്ബ രാജാവ് വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെ പറ്റിയൊക്കെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കത്ത് എഴുതി കൊടുത്തു, താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ആളെടുത്ത്. ആ കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോഴാ കൈമാറുന്നത്. കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച കത്ത്. ആ കത്തിലുള്ളത്, അമ്മാ ബഅദ്, പ്രാരംഭ മുറകൾക്ക് ശേഷം, ഫൈന്നി ആമന്തു ബിക, ഞാൻ തങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. ഒബി കിതാബിക്കല്ലദീ ഉൻസില അലൈക, നിങ്ങൾക്ക് ഇറക്കപ്പെടുന്ന കിതാബ് കൊണ്ടും വിശ്വസിച്ചിട്ടുണ്ട്. ഞങ്ങൾ ദീനിലാണ്, സുന്നത്തിലാണ്. വആമന്തു ബിറബ്ബിക വറബ്ബി കുല്ലി ഷൈ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. വആമന്തു ബികുല്ലി മാ ജാഅ മിൻ റബ്ബിക മിൻ ശറാഇൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നിന്ന് എന്തെല്ലാം തങ്ങൾക്ക് അല്ലാഹു നൽകുന്നുണ്ടോ അതൊക്കെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ഫൈൻ അദ്റക്തുക ഫബിഹാ വനിഅമത്, നിങ്ങളെ എനിക്ക് കിട്ടുകയാണെങ്കിൽ, നിങ്ങളെ കാലത്ത് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. പക്ഷേ വഇല്ലം ഉദ്രിക്കുക, നിങ്ങൾ എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഫശ്ഫഅലി, എനിക്ക് നിങ്ങൾ ശുപാർശ ചെയ്യണം. വലാ തൻസനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നെ മറക്കരുത് നബിയെ. തങ്ങൾക്ക് വേണ്ടി കത്തെഴുതി വെക്കുകയാണ്. ഫഇന്നി മിൻ ഉമ്മത്തിക്കൽ അവ്വലീൻ, ഞാൻ നിങ്ങളെ പൂർവിക ഉമ്മത്തിൽപ്പെട്ട ഒരാളായിട്ട് കൂട്ടിയാൽ മതി. നിങ്ങളെ വന്ന ശേഷം ജീവിക്കാനാണ് എൻ്റെ താല്പര്യം. പക്ഷേ വബായഅതുക ഖബ്ല മജീഇക്, നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് ബൈഅത്ത് ചെയ്യാണ്. നിങ്ങൾ വരുമ്പോൾ ഉണ്ടാകണം എന്ന് എനിക്കറിയില്ല. വാനാലാ മില്ലത്തിക മില്ലത്തി അബീക ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. എന്നിട്ട് ആ കത്തിന് ഒരു സീലും വെച്ചു. ആ കത്തിൽ മേലഡ്രസ് എഴുതിയിരിക്കുന്നത് ഇലാ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി നബിയില്ലാഹി വറസൂലിഹി ഖാത്തമിൻ നബിയ്യീന വറസൂലി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് മേൽവിലാസം എഴുതിയിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തുള്ള അഡ്രസ്സും എഴുതിയിട്ടുണ്ട്, തുബ്ബ രാജാവിന്റെ പേരും മറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഈ കത്ത് കൈമാറുന്നത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്ന വീട്ടിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള കത്ത് തങ്ങളിലേക്ക് കൈമാറുക. തുബ്ബ രാജാവിന്റെ മഹത്വം എത്ര വലിയ മഹത്വമാണ്. അതിൽ എഴുതിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറക്കരുത് നബിയെ ഖിയാമത്ത് നാളിൽ. കാരണം അങ്ങേക്കാണ് അവിടെ എല്ലാ സ്ഥാനമാനങ്ങളും അള്ളാഹു തരുന്നത്, വേറെ ആർക്കുമല്ല. തങ്ങളെ വരുന്നതിന്റെ മുമ്പ് തന്നെ ബൈഅത്ത് ഒരാളെ കൂട്ടത്തിൽ എന്നെ പെടുത്തിയാൽ മതി.
തങ്ങൾക്കുള്ള പ്രത്യേകതകളിൽ മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേകതയാണ്, തങ്ങൾ ജനിക്കുന്നതിൻ്റെ മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തങ്ങളെ വിശ്വസിച്ച ഒരുപാട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളൊരു പ്രത്യേകതയാണ്. വരുന്നതിൻ്റെ മുമ്പ് തന്നെ. ഒന്നൊന്നുമല്ല, ധാരാളം ആളുകൾ വേറെയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, പണ്ഡിതന്മാരായിട്ടും പുരോഹിതന്മാരായിട്ടൊക്കെ. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ആ തുബ്ബ രാജാവിന്റെ ടീമിനെ പറ്റി അല്ലാഹു തആല പറയുന്നു, അവരെ ഖൗമ് അഹ്ലക്കിനാഹും ഇന്നഹും കാനൂ മുജ്രിമീൻ. തുബ്ബ രാജാവല്ല, അവരുടെ ജനത അവർ കുറ്റവാളികളായിരുന്നു, അതുകൊണ്ട് തന്നെ നാം അവരെ നശിപ്പിച്ചിട്ടുണ്ട്. അഹ്ലക്കിനാഹും ഇന്നഹും കാനൂ മുജ്രിമീൻ. അതുപോലെ മക്കക്കാരെ, കുറ്റം ചെയ്ത് ജീവിക്കണ്ട, വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങിക്കോളൂ, നിങ്ങൾക്കും ആ ദുർഗതി വരും, അതുകൊണ്ട് പുനർജീവിതം ഇല്ല എന്നൊരു വിശ്വാസം നിങ്ങൾ പറയണ്ട. എന്താ തെളിവ്? പുനർജീവിതം ഉണ്ട് എന്നതിന്റെ തെളിവെന്താ? നേരത്തെ നിങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ടതാണ്. ഇനി ഉള്ള ഒരു വസ്തുവായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ജീവനില്ലാത്ത ഒരു സന്ദർഭം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അല്ലാഹു തആല പടച്ച് ഒരു 4 മാസക്കാലം ഒരു പൂർണ്ണ വളർച്ചയെത്തി ഒരു ശരീരത്തിന്റെ രൂപഭാവങ്ങളൊക്കെ വന്ന സമയത്ത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നോ? നിങ്ങൾ ആദ്യം നുത്ഫത്തും മലക്കത്തൊക്കെ ആയി മാറി, പിന്നീട് മാംസപേശികളും എല്ലൊക്കെ വന്നു, രൂപഭാവങ്ങളൊക്കെ വന്നു. ഉടനെ തന്നെ നിങ്ങൾക്ക് റൂഹ് വന്നിട്ടുണ്ടോ? ജീവൻ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ജീവനില്ലാത്തൊരു അവസ്ഥ നിങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഒരു ജീവൻ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് വലിയ തെളിവാണ്. നിങ്ങളെ ശരീരത്തിൽ തന്നെ അള്ളാഹു തആല ബാക്കി വെച്ചൊരു തെളിവാണ്. അതിനാ സഹോദരങ്ങളെ, അള്ളാഹു തആല പടക്കുന്നത് ഇപ്പോഴും അങ്ങനെ. എന്തിനാ അങ്ങനെ വെക്കുന്നത്? ആൾക്കാർ പറയില്ല 4-ാം മാസത്തിലാണ് റൂഹുദല്. അതിന് മുമ്പോ ആ 4 മാസത്തിന് മുമ്പ് പൂർണ്ണ ശരീരമായിട്ടില്ലേ? സമയല്ലേ? ഉണ്ട്. കുറച്ചു കാലം അങ്ങനെ പോകുന്നില്ലേ? പോകുന്നുണ്ട്. അല്ലാഹു തആല അങ്ങനെ ഒന്ന് നമ്മളെ ശരീരത്തിൽ ബാക്കി വെച്ചത് എന്തിനാ? ഈ മൗത്തും ഹയാത്തിന്റെയും ഒരു തെളിവായിട്ടാണ്. അപ്പൊ നേരത്തെ നിങ്ങൾക്കൊരവസ്ഥ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ അള്ളാഹു ഒരു ഹയാത്ത് തന്നിട്ടുണ്ട് എങ്കിൽ ഇനി ഈ മൗത്തോടു കൂടെ ഒക്കെ തീർന്നു എന്ന് കരുതണ്ട. പിന്നെയും ഒരു ജീവിതമുണ്ട്, പുനർജീവിതമുണ്ട് എന്നതിന് നിങ്ങളെ ശരീരം തന്നെ അള്ളാഹു തആല തെളിവാക്കി തന്നിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ശഅബാനിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഒരാഴ്ച ശഅബാൻ മാസം വന്നിട്ട് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മുടെ സദസ്സ് അള്ളാഹു തആല പൂർണ്ണാർത്ഥത്തിൽ കബൂലാക്കി തരട്ടെ. ഒരുപാട് ഇബാദത്തുകൾക്ക് പുണ്യമുള്ള മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. ദുആഇന് വലിയ പ്രത്യേകതകൾ നൽകപ്പെട്ട മാസമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസം കഴിഞ്ഞാൽ കൂടുതൽ നോമ്പ് നോൽക്കാൻ താല്പര്യപ്പെട്ട മാസമാണ് ശഅബാൻ മാസം. മാത്രല്ല കൂടുതൽ ദുആ ചെയ്ത മാസവും ശഅബാൻ മാസമാണ്. ഒരുപാട് പ്രത്യേകതകൾ തങ്ങൾക്ക് അല്ലാഹു നൽകിയ മാസവും ശഅബാൻ മാസമാണ്. അതിലൊരു പ്രത്യേകതയാണ് ശഅബാൻ മാസത്തിലാണ് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മറ്റൊരു നബിക്കും നൽകപ്പെടാത്ത വിധം വലിയൊരു പ്രത്യേകതയാണല്ലോ നമുക്ക് അല്ലാഹു നൽകിയ സ്വലാത്ത്. എത്ര ഉമ്മത്ത് കഴിഞ്ഞു പോയി, അവർക്കാർക്കെങ്കിലും അവർ നബിന്റെ വഫാത്തിനെ ശേഷം അങ്ങനെ സ്വലാത്ത് നൽകിയിരുന്നു? ഇല്ല. നമുക്ക് വലിയൊരു അവലംബമാണ്. ആ ആയത്തിറക്കിയ സ്വലാത്തിന്റെ മാസമാണ് വിശുദ്ധമായ ശഅബാൻ. അതുകൊണ്ട് സ്വലാത്തുകളും മറ്റുമൊക്കെ ചെല്ലുന്നതിൽ പ്രത്യേക പുണ്യം തന്നെ ഈ മാസത്തിലുണ്ട് എന്ന് കണക്കാക്കിയിട്ട് നല്ലോണം അമലുകൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب أليم ربنا اكشف عنا العذاب إنا مؤمنون أنى لهم الذكرى وقد جاءهم رسول مبين ثم تولوا عنه وقالوا معلم مجنون إنا كاشف العذاب قليلا إنكم عائدون يوم نبطش البطشة الكبرى إنا منتقمون
ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم أن أدوا إلي عباد الله إني لكم رسول أمين وأن لا تعلوا على الله إني آتيكم بسلطان مبين وإني عذت بربي وربكم أن ترجمون وإن لم تؤمنوا لي فاعتزلون دعا ربه أن هؤلاء قوم مجرمون فأسر بعبادي ليلا إنكم متبعون واترك البحر رهوا إنهم جند مغرقون كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين ولقد نجينا بني إسرائيل من العذاب المهين من فرعون إنه كان عاليا من المسرفين ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين إن هؤلاء ليقولون إن هي إلا موتتنا الأولى وما نحن بمنشرين فأتوا بآبائنا إن كنتم صادقين أهم خير أم قوم تبع والذين من قبلهم أهلكناهم إنهم كانوا مجرمين صدق الله العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.